ഇന്നത്തെ ടോപ്പിക് ഇന്ത്യൻ ഭരണഘടനയുടെ 12 പട്ടികകൾ അഥവാ ഷെഡ്യൂൾസിനെ കുറിച്ച് ആണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 12 പട്ടികകൾ അഥവാ ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. ഇവ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം ആണ്. ഒന്നാം പട്ടികയിൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ചും, രണ്ടാം പട്ടികയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരെ സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ചും, മൂന്നാം പട്ടികയിൽ സത്യപ്രതിജ്ഞകളെക്കുറിച്ചും, നാലാം പട്ടികയിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനുമുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനത്തെക്കുറിച്ചും, അഞ്ചാം പട്ടികയിൽ പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രവർഗങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. ആറാം പട്ടികയിൽ അസം, മേഘാലയ, ത്രിപുര, മിസോറം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ച വ്യവസ്ഥകളെക്കുറിച്ചും, ഏഴാം പട്ടികയിൽ നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ വിഭജനം സംബന്ധിച്ച 3 ലിസ്റ്റുകളെക്കുറിച്ചും, എട്ടാം പട്ടികയിൽ ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകളെക്കുറിച്ചുമാണ് പരാമർശിച്ചിരിക്കുന്നത്. ഒൻപതാം പട്ടികയിൽ ചില ആക്ടുകളുടെയും റെഗുലേഷനുകളുടെയും സാധൂകരണത്തെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നു. 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 9ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 10ാം പട്ടികയിൽ കൂറുമാറ്റ നിരോധന നിയമത്തെപ്പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. 1985 52ാം ഭേദഗതി പ്രകാരമാണ് 10ാം പട്ടിക കൂട്ടിച്ചേർത്തത്. 11ാം പട്ടികയിൽ പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളെയും കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. 1992 73ാം ഭേദഗതിയിലൂടെയാണ് ഈ പട്ടിക ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 12ാം പട്ടികയിൽ മുനിസിപ്പാലിറ്റികളുടെയും മറ്റും അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ആണ് പരാമർശിച്ചിരിക്കുന്നത്. 1992 74ാം ഭേദഗതിയിലൂടെയാണ് 12ാം പട്ടിക ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്.